നിങ്ങളൊരു കാര്യം അറിഞ്ഞോ, നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഒരു പുതിയ മെമ്പറെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിനെ ഒരു പേരിട്ടിരിക്കുന്നത് 2017 OF201 എന്നാണ്. ഇത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും 2017 വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. അതിന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ മാസം 21-ാം തീയതിയാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഒരു സെലസ്റ്റിയൽ ഒബ്ജക്റ്റ് ആയിട്ട് അവർ ഡിക്ലെയർ ചെയ്യുന്നത്. ഇതിന്റെ ഡയമീറ്റർ നോക്കുകയാണെങ്കിൽ കേവലം 850 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഒരു റെഫറൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലൂട്ടോയുടെ ഡയമീറ്റർ ഏകദേശം 2375 കിലോമീറ്റേഴ്സ് ആണ്. അപ്പൊ അത്യാവശ്യം ചെറിയ സെലസ്റ്റിയൽ ഒബ്ജക്റ്റിനാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിന് ചെറിയ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്സ് എന്താണെന്ന് അറിയോ? അതായത് നമ്മുടെ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആ ഒരു ദൂരത്തിനെയാണ് നമ്മൾ 1 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. കിലോമീറ്റേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 149 മില്യൺ കിലോമീറ്റേഴ്സ് ആണ്. അങ്ങനെ ഈ ഒരു സെലസ്റ്റിയൽ ഒബ്ജക്റ്റ് ഇപ്പൊ 90 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്സിന്റെ അപ്പുറമാണ് നിൽക്കുന്നത്. നമ്മുടെ സോളാർ സിസ്റ്റത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. നടുക്കൊരു സൂര്യൻ ഉണ്ടാവും, അതിന് ചുറ്റും ഇങ്ങനെ 8 പ്ലാനറ്റ്സ് ഉണ്ടാവും, ഒരുപാട് ഡോർഫ് പ്ലാനറ്റ്സ് ഉണ്ടാവും, ഒരുപാട് കല്ലുകൾ ഇങ്ങനെ ചുറ്റി കളിക്കുന്നുണ്ടാവും. പക്ഷെ അതിന്റെ അറ്റത്ത് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ സോളാർ സിസ്റ്റത്തെ ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഉണ്ട പോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സൂര്യനെ കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരുപാട് പാർട്ടികൾ, സൂര്യയുടെ കല്ലുകളും കാര്യങ്ങളെല്ലാം ഒരു ബോൾ ഫോർമേഷനിൽ, സൂര്യന്റെ ഗ്രാവിറ്റേഷൻ പുള്ള് കാരണം ഒരു ബോൾ പോലത്തെ ഒരു ഫോർമേഷനിൽ സൂര്യന് ചുറ്റും 360 ഡിഗ്രിയിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഫോർമേഷനെയാണ് നമ്മൾ ഊർട്ട് ക്ലൗഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ബൗണ്ടറിയാണ് ശരിക്കും ഊർട്ട് ക്ലൗഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനപ്പുറം നമ്മുടെ സൂര്യന്റെ ഗ്രാവിറ്റേഷൻ ഇൻഫ്ലുവൻസ് വളരെയധികം കുറവായിരിക്കും. ഊർട്ട് ക്ലൗഡ് എന്ന് പറയുന്നത് വളരെ തിക്കായിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഈ സ്പേസിൽ ഒരുപാട് ഐസ് പാർട്ടിക്കിൾസും കല്ലും കാര്യങ്ങളെല്ലാം നമ്മുടെ സൂര്യന് ചുറ്റും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇന്നർ ഡയമീറ്റർ എന്ന് പറയുന്നത് 2000-ഓളം ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്സ് ആണ്. ഇതിന്റെ ഔട്ടർ ഡയമീറ്റർ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഏകദേശം 1 ലക്ഷം to 2 ലക്ഷം ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്സ് ആണ്. ഈ ഊർട്ട് ക്ലൗഡിന്റെ തിക്നെസ് എന്ന് പറയുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിനെക്കാളും വളരെയധികം മാസീവ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. നമ്മൾക്കറിയാവുന്ന സോളാർ സിസ്റ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് പ്ലാനറ്റിന്റെ ആ ഒരു ഡയമീറ്റർ എടുത്തിട്ട് നമ്മുടെ ഈ ഊർട്ട് ക്ലൗഡിന്റെ അകത്ത് ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ എത്ര സോളാർ സിസ്റ്റംസ് ഈ ഊർട്ട് ക്ലൗഡിന്റെ തിക്നെസിന്റെ അകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഏകദേശം 1 മില്യൺ, അതായത് 10 ലക്ഷം സോളാർ സിസ്റ്റംസ് ഈ ഒരു തിക്നെസിന്റെ അകത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പൊ തന്നെ ഇതിന്റെ വലുപ്പം എന്തോരം നമുക്ക് ഏകദേശം ഗസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മുടെ പ്രപഞ്ചം എത്ര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് നമുക്ക് ഓർമ്മ വരുള്ളൂ. മനുഷ്യരുണ്ടാക്കി വിട്ടതിൽ വെച്ച് ഏറ്റവും ഫർദസ്റ്റ് ആയിട്ട് പോയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് വോയേജർ 1ഉം വോയേജർ 2ഉം. അപ്പൊ വോയേജർ 1 കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് 160 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്സ് മാത്രമേ എത്തിയിട്ടുള്ളൂ. അത് മാത്രമേ ഞാൻ പറയുന്നില്ല, വലിയൊരു ഡിസ്റ്റൻസ് ആണ്. പക്ഷെ ഇൻ കമ്പാരിസൺ അത് വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് ആണ്. ഇപ്പൊ വോയേജർ 2യുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് 135 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്സിനാണ് ഇപ്പൊ നിൽക്കുന്നത്. അതിന്റെ അർത്ഥം മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റും ഇതുവരെയായിട്ട് നമ്മുടെ സോളാർ സിസ്റ്റം വിട്ട് ഔട്ടർ സ്പേസിലേക്ക് എൻ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു കിടില ഫാക്ട് തന്നെയാണ്. അതായത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവം ഇതുവരെയായിട്ടും ഔട്ടർ സ്പേസിലേക്ക് പോയിട്ടില്ല. നമ്മൾ ഇപ്പോഴും നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നമ്മുടെ സൂര്യന്റെ ഇൻഫ്ലുവൻസിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. നമ്മൾ ഡിസ്കവർ ചെയ്ത ഈ സെലസ്റ്റിയൽ ഒബ്ജക്റ്റിന്റെ ഓർബിറ്റൽ പീരീഡ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 25,000-ഓളം വർഷമാണ് അതിന്റെ ഒരു ഓർബിറ്റൽ പീരീഡ് എന്ന് പറയുന്നത്. അതായത് അതിന്റെ ഒരു വർഷം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലത്തെ 25,000 വർഷങ്ങളായിരിക്കും. ഈ ഒരു സെലസ്റ്റിയൽ ഒബ്ജക്റ്റും അതിന്റെ ഹോസ്റ്റ് സ്റ്റാർ ആയിട്ടുള്ള സൂര്യൻ തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1600 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്സ് ആണ്. അതായത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത എത്ര ഡിസ്റ്റൻസ് ആണ്, അത് എത്ര കിലോമീറ്റർ ആണ് ഞാനിപ്പോ താഴെ എഴുതി കാണിക്കാം. അപ്പൊ പറഞ്ഞു വരുമ്പോൾ ഈ ഒരു സെലസ്റ്റിയൽ ഒബ്ജക്റ്റിന്റെ ഓർബിറ്റ് ഈ പറയുന്ന ഊർട്ട് ക്ലൗഡിന്റെ അകത്തുകൂടി ഇങ്ങനെ പോയിട്ടാണ് വരുന്നത്. അതായത് വളരെ ഫേർദസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു ട്രാവലറാണ് ശരിക്കും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ വർഷം മെയ് 21-ാം തീയതി കൺഫേം ചെയ്ത ആ ഒരു സെലസ്റ്റിയൽ ഒബ്ജക്റ്റിന്റെ ഓർബിറ്റൽ പീരീഡ് ആണ് ശരിക്കും എന്നെ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യിക്കുന്നത്. ഒരുപാട് വർഷങ്ങളായിട്ട്, അതായത് ഏകദേശം 100ഓളം വർഷങ്ങളായിട്ട് സയന്റിഫിക് കമ്മ്യൂണിറ്റിയിലൂടെ നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നമ്മൾ അറിയാണ്ട് പോയ ഒരു പ്ലാനറ്റ് ഉണ്ടോ എന്നുള്ളത്. നമുക്ക് പ്രോമിനന്റ് ആയിട്ട് കാണാൻ പറ്റുന്ന 8 പ്ലാനറ്റ്സിനെയും 2-3 ഡോർഫ് പ്ലാനറ്റ്സിനെയും നമുക്ക് കാണാൻ കഴിയും. അത് കൂടാണ്ട് കാണാൻ മറയത്ത് നിൽക്കുന്ന ഒരു പ്ലാനറ്റ് ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ശരിക്കും ഒരുപാട് ആൾക്കാരൊക്കെ ചോദിക്കുന്നത്. ഇതിനാണ് ശരിക്കും 9th പ്ലാനറ്റ് ഹൈപ്പോത്തസിസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനോടുള്ള ഒരു ബെസ്റ്റ് കാൻഡിഡേറ്റ് ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചിരിക്കുന്നത്. നമ്മളിപ്പോ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ 850 കിലോമീറ്റർ മാത്രമാണ് ഇതിന്റെ ഡയമീറ്റർ എന്നുള്ളത് ജസ്റ്റ് ഒരു എസ്റ്റിമേഷൻ മാത്രമാണ്. അതായത് ഏകദേശം 90 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്സ് അപ്പുറം കിടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിന്റെ കറക്റ്റ് ഡയമീറ്റർ എന്തോരാണ് നമുക്ക് കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മുടെ കൈവശമുള്ള സയൻസിന്റെ ഒരു അപ്പർ ലിമിറ്റ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഒപ്റ്റിക്കൽ കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് അതിന്റെ കറക്റ്റ് സൈസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. 90 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഗസ് ചെയ്യാവുന്നേ ഉള്ളൂ. അവിടെ സൂര്യപ്രകാശം വളരെയധികം ഫെയിന്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിനും ഈ ഒരു സംഭവത്തെ കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ എന്തെങ്കിലും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരും മനസ്സിൽ വരുന്ന ഒരു കമന്റ് ആണ്, ഒരു ചോദ്യമാണ്
JWST ഉപയോഗിച്ചിട്ട് ഈ ഒരു സംഭവത്തെ ഒബ്സർവ് ചെയ്തുകൂടി എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയതിൽ വെച്ച് വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ സ്പേസ് ടെലിസ്കോപ്പ് ആണ് അത്. JWST ശരിക്കും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഔട്ടർ സ്പേസ്, അതായത് ഒരുപാട് ദൂരത്തെടുക്കുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ അകത്ത് കണ്ടുവരുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക്കാണ്. ഇതിന്റെ മിനിമം ഫോക്കസിംഗ് ഡിസ്റ്റൻസ് ഏകദേശം 13.5 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്സ് ആണെന്നുണ്ടെങ്കിലും JWSTയുടെ മിനിമം ഫോക്കസ് റേഞ്ചിലാണ് ഈ ഒരു സംഭവം നിൽക്കുന്നുണ്ടെങ്കിലും അതിനെ കണ്ടെത്താൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കാനായിട്ട് JWSTക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം വളരെ സ്ലോ ആയിട്ടുള്ള സൺലൈറ്റ് ആണ് ശരിക്കും ഇതിലേക്ക് കിട്ടുന്നത്. ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് JWST ഉപയോഗിച്ചിട്ട് നമ്മുടെ മൂണിന് സൂം ചെയ്യാൻ പറ്റില്ല, മാർസിന് സൂം ചെയ്യാൻ പറ്റില്ല, ജൂപ്പിറ്ററോ നോക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളത്. പക്ഷെ അതിന്റെ മിനിമം ഫോക്കസിംഗ് ഡിസ്റ്റൻസ് 13 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്സ് ആണ്, 13.5 AU ആണ്. 13.5 AU എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസിന്റെ അകത്ത് കണ്ടുവരുന്ന സെലസ്റ്റിയൽ ഒബ്ജക്റ്റുകളൊന്നും JWSTക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, അതായത് അതിനെ കാണാൻ പറ്റില്ല. ഏകദേശം ഒരു ക്യാമറ ഫോക്കസ് ആവാത്ത ഒരു സിറ്റുവേഷനാണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റുകളെ ഇങ്ങനെയുള്ള വിയേർഡ് ആയിട്ടുള്ള പേരുകളൊക്കെ ഇടുന്നത്? അതായത് 2017, അതിന്റെ ആ ഒരു കണ്ടുപിടിച്ചിങ്ങനെ ഡേറ്റ് ആണെന്ന് വിചാരിക്കാം. പിന്നെ അതിനകത്ത് കുറെ നമ്പേഴ്സ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ എന്താണ് ശരിക്കും അത് ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ പേര് 2017 OF201 എന്നാണ്. 2017 എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, അത് കണ്ടുപിടിച്ച വർഷമാണ്. O കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ഹാഫ് ഓഫ് ജൂലൈ എന്നുള്ള ടൈം ഫ്രെയിമിനെയാണ്. A എന്ന് പറയുന്നത് ജാനുവരിയുടെ ഫസ്റ്റ് ഹാഫ്, B എന്ന് പറയുന്നത് ജാനുവരിയുടെ സെക്കൻഡ് ഹാഫ്, അങ്ങനെ പോയി O എന്ന് പറയുന്നത് ജൂലൈയുടെ സെക്കൻഡ് ഹാഫ് ആയിട്ട് വരും. ഇത് ശരിക്കും ഒരു നോമൻക്ലേച്ചർ സിസ്റ്റമാണ്, അതായത് പേരിടുന്ന ഒരു സിസ്റ്റമാണിത്. F എന്ന് ഉദ്ദേശിക്കുന്നത് ആ മാസം ഡിസ്കവർ ചെയ്ത 6ാമത്തെ ഒബ്ജക്റ്റ് ആണ്. അതായത് A എന്ന് പറയുന്നത് ആദ്യത്തെ ഒബ്ജക്റ്റ് ആയിരിക്കും, B എന്ന് പറയുന്നത് 2ാമത്തെ ഒബ്ജക്റ്റ് ആയിരിക്കും, അതായത് CDEF എന്ന് പറയുന്നത് 6ാമത്തെ ഒബ്ജക്റ്റ് ആയിരിക്കും. ഇനി അവസാനം കണ്ടുവരുന്ന 201 എന്ന് പറഞ്ഞ നമ്പർ എന്നാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത് ശരിക്കും ഒരു സീരിയൽ എക്സ്റ്റൻഷൻ ആണ്. ഈ ഒബ്ജക്റ്റ് കണ്ടുപിടിച്ച ഒരു മാസം ഏകദേശം 25ഓളം ഒബ്ജക്റ്റിനെ അവർ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 201 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഈ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും, 202 എന്ന് പറയുന്നത് അടുത്ത ഒബ്ജക്റ്റ് ആയിരിക്കും, അങ്ങനെ 225 വരെ പോകുന്നതാണ് ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് ശരിക്കും ഈ വിയർഡ് ആയിട്ടുള്ള ഈ ഒരു നെയിമിങ്ങിന്റെ മീനിങ്. അതായത് ഇത് ശരിക്കും ഒരു ടെമ്പററി പേരാണ്. അപ്പോൾ ഇങ്ങനത്തുള്ള വിയർഡ് ആയിട്ടുള്ള പേരുകൾ ഇടാൻ കാരണം വളരെ ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം ഒരുപാട് സംഭവങ്ങളാണ് നമ്മൾ സ്പേസിൽ ഇങ്ങനെ ഡിസ്കവർ ചെയ്യുന്നത്, ഒരുപാട് സെലസ്റ്റിയൽ ഒബ്ജക്ട്സ് നമ്മൾ ഡിസ്കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ പല പല വെറൈറ്റി പേരിടണമെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ഗ്രൂപ്പ് ആൾക്കാർ തന്നെ വേണ്ടി വരും. അപ്പൊ അതിനും ഏതാണ് ഇതേപോലെ നോമൻക്ലേച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത്. അതായത് കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ നമ്മൾ ബ്യൂട്ടൈൻ, ഈത്തേൻ, മീത്തേൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പേരിടുന്നില്ലേ, അതേപോലത്തെ ഒരു സംഭവം തന്നെയാണ് ശരിക്കും ഇവിടെ നടക്കുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ലിമിറ്റഡ് അറിവ് വെച്ച് ഇതൊരു ഐസി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം അത്ര ദൂരത്ത് എടുക്കുന്നതുകൊണ്ട് തന്നെ അത് മൊത്തം ഒരു ഐസ് നിറഞ്ഞൊരു സംഭവമായിരിക്കും. കാരണം നമ്മുടെ ഊർട്ട് ക്ലൗഡിലത്തെ മെജോറിറ്റിയും ഇതേപോലെ ഐസ് ആയിരിക്കും. അറ്റ് പ്രസന്റ് ഈ ഒരു സംഭവത്തെ നമ്മൾ ഒരു ട്രാൻസ് നെപ്റ്റ്യൂണിയൻ ഒബ്ജക്റ്റ് ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഈ വാക്കിന്റെ അർത്ഥം എന്താ വെച്ചാൽ നെപ്റ്റ്യൂണിന്റെ അപ്പുറത്ത് കിടക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണെന്നാണ്. അതിനാണ് ഇങ്ങനത്തെ വല്ലാത്ത പേരൊക്കെ ഇടുന്നത്. പക്ഷെ അർത്ഥങ്ങളൊക്കെ വളരെ സിമ്പിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ സ്പെഷ്യൽ ആക്കുന്നത് ഈ ഒരു സംഭവത്തിന്റെ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണ്. അപ്പോൾ ഇത്രയും വലിയൊരു എലിപ്റ്റിക്കൽ ഓർബിറ്റിനെ പറ്റിയിട്ട് നമ്മൾ വേറെ എവിടേക്കോ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ ചാനലിൽ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഒബ്ജക്റ്റ് ഏകദേശം 850 കിലോമീറ്റർ ഡയമീറ്റർ ആണെന്നാണ് ഒരു എസ്റ്റിമേറ്റഡ് സൈസ് എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ കറക്റ്റ് വലിപ്പം നമുക്ക് ഇതുവരെയായിട്ട് അറിയില്ല. അത് അത്രയും ദൂരത്ത് കിടക്കുന്നത് നമുക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല. അതായത് നമ്മുടെ സൂര്യന് ചുറ്റും ചുറ്റുന്ന കാണാമറയത്ത് കിടക്കുന്ന ഒരു പ്ലാനറ്റ്, അതിന്റെ ഒപ്റ്റിക്കൽ പീരീഡ് എന്ന് പറയുന്നത് ഇൻസെയിൻലി ലോങ് ആണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ ഭൂമിയിൽ എഴുതി വെക്കപ്പെട്ട ഒരു ക്ലേ ടാബ്ലറ്റ്സിനകത്ത് പറയുന്നുണ്ട്. ആ ഒരു ഹൈപ്പോത്തറ്റിക്കൽ പ്ലാനറ്റിനെയാണ് നമ്മൾ നിബിരു എന്ന് വിളിക്കുന്നത്. അപ്പോ ഈ പ്ലാനറ്റിൽ നിന്ന് എമർജ് ചെയ്ത് വരുന്ന ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബീയിങ്സ് ആണ് അനുനാക്കി എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത് അനുനാക്കിനെ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മാക്സിമം കമന്റ് ചെയ്താൽ ശ്രമിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പുതിയ ഡിസ്കവർ ചെയ്തപ്പോൾ അത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തൊരു കാര്യം മാത്രമാണ്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.